എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ നന്ദേട്ടാ. എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവണം. ആ കൊള്ളാം, ബെസ്റ്റ്. ഇന്ന നിൽപ്പിന് ഓന്തിനെ പോലെ നിറം മാറാനുള്ള നിന്റെ ഈ കഴിവുണ്ടല്ലോ, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആരോടുള്ള വാശി തീർക്കാനാ ഇപ്പൊ ഈ അമ്മ വേഷം കെട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതെ, വാശിയാണെന്ന് എന്നെ കൂട്ടിക്കോ. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. എനിക്ക് ശേഷം വന്നവളാ അർച്ചന. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തോണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു. ആതിരയും പ്രസവിച്ചു. ഇപ്പതാ സ്നേഹയും ഗർഭിണിയായി. അവൾക്കും ഒരു കുഞ്ഞാവാൻ പോകുന്നു. ഓ, അപ്പൊ അതാണ് നിന്റെ വാശിയുടെ കാരണം. നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഇരിപ്പ് വശം വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റിയ സമയമാണ്. ആദ്യം നീ ഒരു മനുഷ്യ സ്ത്രീയാവാൻ നോക്ക്. എന്നിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, നമ്മളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോണോ വേണ്ടയോ? എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാ ഇങ്ങനെ പറയുന്നതെന്ന്. അവള് ആ സന്ധ്യ എല്ലാത്തിനും കാരണം. അവളെ കൊണ്ടാണല്ലോ ഇപ്പൊ നടപ്പ്. ഞാനൊന്നും അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് നിനക്കെന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇതുവരെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടു കൂടി നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ? അറപ്പോടും വെറുപ്പോടും കൂടിയാ നീ എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ മറ്റുള്ളവരോട് വാശി തീർക്കാൻ കുഞ്ഞിനെ വേണം പോലും. നീ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ട്, അതൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ജീവിതത്തോട് വാശിയാവാം, പക്ഷേ വാശിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിതം നശിച്ചില്ലാതായിത്തീരും. അതിന്റെ തുടക്കമാ നിന്റെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാ. ഒരു കുഞ്ഞുണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു ഡൈവേഴ്സിനെ കുറിച്ചാ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രത്യേകിച്ച്? ഇന്ന് ഡോക്ടറുടെ ബർത്ത്ഡേ വലുതാണോ? അല്ല, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ 2 ഘട്ടങ്ങൾ അവസാനിച്ചു. 3ാമത്തെ സ്റ്റേജ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യോ. അതിന്റെ സന്തോഷത്തിനാണ് ഈ സ്വീറ്റ്സ്. സ്വീറ്റ്സ് ഞങ്ങൾ അങ്ങോട്ടല്ലേ വാങ്ങി തരേണ്ടത്? അതെ അതെ, ഇത് പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ സക്സസിന്റെ ആദ്യ പടിയിലെത്തി. മനസ്സിലായില്ല. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റുകളും സക്സസ് സ്റ്റേജിലേക്കാ മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻസിയെ സ്വീകരിക്കാൻ അർച്ചന റെഡിയായി കഴിഞ്ഞു. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചേ. സ്നേഹയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞു കുരുത്തതിന്റെ പേടി, അതിന് നിനക്ക് ജീവനോടെ കിട്ടുമെന്നുള്ള ഭയം. എന്നാ നീ ഇതും കൂടെ കേട്ടോ, ആ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല. 10 മാസം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല. അന്തികെ, നീ അങ്ങനൊന്നും പറയരുത്. ഞാനും സ്നേഹയും ഈ വീടുമല്ല ഇപ്പോ വളരെ സന്തോഷത്തിലാ. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ഇല്ല, അത് നടക്കില്ല. അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ അതിനെ തീർത്തിരിക്കും. എന്താ തല്ലാത്ത? നീ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയായിപ്പോയി. ഓഹോ, അപ്പോ എന്റെ വയറ്റില് നീ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്തതോ? അപ്പോഴും ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. പറ്റിയ തെറ്റുകളൊന്നും ആവർത്തിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വന്നത് നിന്നോട് അപേക്ഷിക്കാനാ. എന്റെ അപേക്ഷ കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എനിക്ക് മറ്റു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ത് തീരുമാനം? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഭീഷണിയല്ല, സത്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ നെല്ലിശ്ശേരിയിലായിരിക്കില്ല, ജയിലിലായിരിക്കും. നിന്നെ കൊന്നിട്ട്.
ധനുഷേ, ധനുഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കൈവിട്ടുപോയി എന്ന് ഞാൻ വിചാരിച്ചെടുത്തുനിന്ന് ഈ കുടുംബം വീണ്ടും സമാധാനത്തിലേക്ക് വന്നു. നന്ദനും സന്ദീപും എല്ലാ പിണക്കങ്ങളും മറന്ന് നിങ്ങൾ രണ്ടുപേരെയും അംഗീകരിച്ചു. സത്യത്തിൽ എന്റെ ആൺമക്കൾ 3 പേരും ചേർന്ന് എന്റെ മോളെ കസേരയിൽ കൊണ്ടിരുത്തി മധുരം കൊടുക്കുന്നത് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് മോനോട് ഒന്നേ പറയാനുള്ളൂ, ആ സന്തോഷം എന്നും ഈ വീട്ടിൽ നിലനിൽക്കണം. സന്തോഷം കുറവാണെന്ന് കരുതി അച്ഛനൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഇനി അങ്ങോട്ട് ഇവര് കാരണം എന്തെല്ലാം സന്തോഷം ഉണ്ടാവാൻ പോന്നെ. ഈ സന്തോഷം ഒരു തുടക്കം മാത്രമല്ലേ, അല്ലേ ധനുഷേ? അച്ഛാ,